ദൈവസന്നിധിയിൽ വരുന്നതാണ് നമ്മുടെ സന്തോഷം. ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആ ആനന്ദം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു സാക്ഷ്യം കേൾക്കുവാനിടയായി. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്നാണല്ലോ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ദൈവം മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ആരാധിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെയാണ്. കാര്യം നമ്മൾ പ്രെയർ ലൈനിലും നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്രെയറുകളിൽ സാറ്റർഡേ അതുപോലെ സൺഡേ എല്ലാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് ദേവദാസന് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവമേ, ഇന്ത്യയിലെ ചില MLA-മാർ, MP-മാർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇവരൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്കറിയത്തില്ല, നിങ്ങൾ അല്പമായിട്ട് മീഡിയ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സെലിബ്രിറ്റി ടെസ്റ്റിമണി ഉണ്ടായി. അത് നമ്മൾ ഇയ്യോബിനെ കുറിച്ചും അല്ലെങ്കിൽ വേദപുസ്തകത്തെക്കുറിച്ചും ഒന്നും ഇന്ത്യക്കാർ അറിയത്തില്ലേലും അവർക്കിപ്പോൾ ഒരു പേര് അറിയാം. ഇയ്യോബിൻ്റെ ഒരു മോടെ പേര്. ആരുടെ പേരാ? ജമീമ. സോ ഞാനിപ്പോൾ ക്രിക്കറ്റ് പറയാനോ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല, ആരും എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ അതിൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ കാര്യമാണ്. നമ്മൾ ആക്ച്വലി ഷീ ഈസ് എ സ്ട്രോങ് ബിലീവർ. ഒരു പാസ്റ്ററിൻ്റെ മകളാണ്. താൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളൊക്കെയും തൻ്റെ ആ ഇൻ്റർവ്യൂ പറയാനിടയായി. ഫസ്റ്റ് സെൻറ്റൻസ്, ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുക, ഞാൻ അതൊന്നും നോക്കുകയല്ല, പക്ഷെങ്കിൽ ആ ഒരു വളരെ ശക്തമായിട്ട് ആദ്യം പറഞ്ഞ താങ്ക് യു ജീസസ് എന്നാണ് പറഞ്ഞത്. അത് വളരെ വലിയൊരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഞാൻ ആ 2-3 ഇൻ്റർവ്യൂകൾ പ്രിയ സഹോദരിയുടെ കാണുവാനിടയായി. 2-3 സ്ക്രിപ്റ്റേഴ്സാണ് വരുന്നത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്നുള്ള അങ്ങനെ പല 2-3 വാക്യങ്ങളും സ്ക്രിപ്റ്റേഴ്സാണ് വരുന്നത്. അത് പലരും ശ്രദ്ധിക്കാനിടയായി. ഇനി ഒരു വലിയൊരു സിഗ്നിഫിക്കൻ്റ് സംഭവം കൂടെ ഉണ്ടായി. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ക്ലബ് ക്രിക്കറ്റ്സ് ഫോളോ ചെയ്യുന്ന യങ്സ്റ്റേഴ്സിന് അറിയാം, മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ വെരി പോപ്പുലർ ആൻഡ് ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ഇന്ത്യ, ക്രിക്കറ്റ് ക്ലബ്. അവരുടെ സ്റ്റാറ്റസ് ഇൻ ദ ഇൻസ്റ്റഗ്രാം ഇറ്റ് വാസ് റിട്ടൺ ലൈക്ക് ദിസ്. എന്തുവാ നമ്മുടെ ആ വാക്യം, പുറപ്പാടിലെ വാക്യം, യു ഷാൽ സെറ്റ് ടു ദ ഫിയർ നോട്ട് സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുന്ന ആ വാക്യം ഇട്ടിട്ട് ബൈബിളൊന്നുമല്ല എഴുതിയേക്കുന്നത്, ജമീമ എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന അതിലേക്കുള്ള ശ്രദ്ധയല്ല, അവിടെ പറയുവാനിടയായ ആ വാക്യം. പ്രിയമുള്ളവരെ, ഫറവോൻ അടുത്ത് വരുന്ന ആ ഒരു രംഗം നിങ്ങൾ പുറപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുവരികയാണ്. 14-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ കിടന്ന് നിലവിളിക്കുകയാണ്. ആ മുമ്പിൽ ചെങ്കടൽ, ആ 2 ഭാഗത്തും പർവ്വതങ്ങൾ, അവർക്ക് പോകാനെങ്ങുമില്ല. പുറകോട്ട് നോക്കിയാൽ ഫറവോൻ്റെ സൈന്യം. പലപ്പോഴും ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളുടെയും ജീവിതത്തിൽ അല്ലെ എൻ്റെയും ജീവിതത്തിൽ അങ്ങനെ ചില അനുഭവങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. എന്നാൽ നമുക്കൊരു നമുക്ക് ഉറച്ചു നിന്ന് ഭയപ്പെടേണ്ട എന്ന് നമ്മളോട് പറഞ്ഞ ഒരു ദൈവത്തെയാണ് നമ്മൾ നോക്കി വിളിക്കുന്നത്. കാര്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്യം 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ശരിയെങ്കിൽ. അല്ലെങ്കിൽ ഓരോ ദിവസത്തേക്കും ആ ഭയപ്പെടേണ്ട എന്നുള്ള വാക്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, നമ്മളെ തന്നെ ഏൽപ്പിച്ച് ആരാധിക്കുമ്പോൾ ഈ വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. പുറപ്പാട് ദിവസം 14-ന്റെ 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ എന്തു ചെയ്തു? യഹോവയോട് നിലവിളിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ നിലവിളിക്കുന്ന ഒരു പ്രിയ പൈതലാണെങ്കിൽ, സഹോദരി, നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, ഡോണ്ട് ഫിയർ, ഡോണ്ട് സ്കെയർ. ഭയപ്പെടേണ്ട. അതിന് മോശ ജനത്തോടെ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സഹോദരിയും അതാണ് പറഞ്ഞ് അവർ തളർന്ന് പോയ ചില സമയങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, അത് ഫോളോ ചെയ്യുന്നവർക്കറിയാം. അതൊരു ടെസ്റ്റ് മണിയാണ്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോയി, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ആ ദൈവം ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. സ്റ്റാൻഡ് സ്റ്റിൽ, സ്റ്റാൻഡ് ബൈ ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ജഹോവ. ജഹോവ വിൽ ഫൈറ്റ് ഫോർ യു and ye shall hold your peace.
നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആദ്യത്തെ പാട്ട് യേശുവിൻ അടിസ്ഥാനം, ആ പാട്ട് പാടി നമുക്ക് ഇന്നത്തെ ആരാധനയുടെ ആ ഭാഗങ്ങൾ നമുക്ക് ആരംഭിക്കാം. ദൈവത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. യേശുവിൻ അടിസ്ഥാനം. ഹല്ലേലൂയ. യേശു എന്നടിസ്ഥാനം, ആശ്രയമനിലത്രേ. യേശു എന്നടിസ്ഥാനം, ആശ്രയമനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. വേഗം തൻ മാനവാട്ടി ആക്കിയിടുമെന്നെ എന്ന് വാക്കൊണ്ടേക്കു തന്നെ നീക്കമില്ലാതിരൊട്ടും കൊണ്ടേക്കു തന്റെ നീക്കമില്ലാതിരൊട്ടും. ആമേൻ. യേശു എന്നടിസ്ഥാനം, ആശ്രയമനിലത്രേ. യേശു എന്നടിസ്ഥാനം, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ്റെ പൂർണ്ണത യേശുവിൽ മാത്രമാണ് കാണുന്നത്. അവൻ നമ്മളെ വേഗം തൻ്റെ മണവാട്ടിയാക്കും, അതിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ്? വാക്ക് തന്നത് ആരാണ്? നമ്മുടെ പ്രാണപ്രിയനാണ്, നമ്മുടെ യേശുവാണ്. അതിന് യാതൊരു വിധമായിട്ടുള്ള നീക്കങ്ങളുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ആ പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പ്രാണപ്രിയനാകുന്ന കർത്താവ് യേശു ക്രിസ്തു ഇന്ന് ദേവദാസൻ സങ്കീർത്തനത്തെ പ്രബോധിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ കേൾക്കുവാനിടയായി. ആത്മവിവശതയിൽ നമ്മളാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രാണപ്രിയനെ നമുക്ക് കാണാം. When we are in the spiritual that vision, we can see Lord Jesus Christ. അതാണ് വെളിപ്പാടുകാരനായ യോഹന്നാന് സംഭവിച്ചത്. ഹല്ലേലൂയ. ആ 1-ാം അധ്യായത്തിൽ ആത്മവിവശതയിൽ കർത്തൃ ദിവസത്തിൽ ആ ദേവദാസനായപ്പോൾ താൻ പല പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ താൻ കണ്ട ദർശനം ഇങ്ങനെയാണ്. നമ്മളവിടെ വായിക്കുന്നു, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യെസ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വി വിൽ ഗെറ്റ് ദാറ്റ് കംഫർട്ട് ആൻഡ് പീസ് ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനും ആയവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊന്ന് ഉറച്ചു പറയാൻ സാധിക്കുമോ? സർവ മഹത്വവും സർവ ബലവും അത് യേശുവിന് മാത്രമാണ്. ഹല്ലേലൂയ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും.
ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആ മേഘാരൂഢനായി വരുന്ന കർത്താവിനെ നമുക്ക് നോക്കി ഒന്ന് ആരാധിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ ഒന്ന് ഫ്രീ ആക്കാം. Let us worship, let us sing, and let us give all the praises and all the power, honor to the Lord Almighty Jesus Christ. നമുക്ക് ആ പാട്ട് പാടി ദൈവത്തെ നമുക്ക് അല്പസമയം ആരാധിക്കാം. ഹല്ലേലൂയ. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാകുന്നവനും എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാകുന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ഓ ദൈവത്തിൽ ആശ്രയമോ അതുകൊണ്ടാണ് എനിക്കഭയം. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അതുകൊണ്ടാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും
വേണ്ടിയും ഓ സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയും സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയും ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വസമൊരുക്കാൻ പോയ പ്രിയത്താൻ ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വസമൊരുക്കാൻ പോയ പ്രിയത്താൻ വസമൊരുക്കാൻ പോയ പ്രിയത്താൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ നിത്താ കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി നിത്താ കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി ദുഷികളെല്ലാം തീരാൻ കാലമായി രാജാധിരാജന്റെ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി തേജസ്സോടെ നാം കാണാൻ കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ കാന്തേനുമായി വാസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരേ കാന്തേനുമായി വാസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരേ കാലം സമീപം ആയി പ്രിയരേ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ ഓരോ നിന്നോ തന്നോടു കൂടെ മണിയറയിൽ വാഴാൻ കാലമായി ഒരു നിന്നോ തന്നോടു കൂടെ മണിയറയിൽ വാഴാൻ കാലമായി മണിയറയിൽ വാഴാൻ കാലമായി മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി വാഴും സുദിനം ആസന്നമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പരന്നിടാൻ കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പരന്നിടാൻ മറുരൂപമായി പരന്നിടാൻ രാജാധിരാജനമേ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ വാനമേഘത്തിൽ എഴുന്നള്ളാനാൻ
ശബ്ദനാരെ വാരകനെ ശൈല കലാരെ വാരിയാന്തനെ ഹല്ലേലൂയ രബനാരികന ഹമനാരി വാരകസ് പരിശുദ്ധാത്മാവേ ശബദഗദഗദഗദ ഹസ്തനാരെ ഗാദഗദനെ ഹല്ലേലൂയ പ്രത്യാശയ്ക്കായി നന്ദി കർത്താവേ രബദഗദഗദ ശബ്ദനാരെ ഗാദഗദനെ സിയാസന രബദഗദഗദ ശൈലദാരെ ഗദഗദനെ ഹല്ലേലൂയ കാലമാസനമായിരിക്കാൻ നന്ദി കർത്താവേ സകലത്തിന്റെയും ദൂഷിയും പരിഹാസവും തീരാൻ ആളാസനമായിരിക്കാൻ നന്ദി. ഒരുങ്ങി നിന്നവർ തന്നോട് കൂടെ മണിയറയിൽ വാഴുവാനുള്ള നാളിനായി ഞാൻ നോക്കി പാർക്കുന്നപ്പാ രാജാതിരാജനെ നിന്നെ വാഴ്ത്തുന്നേ, നിന്നെ ആരാധിക്കുന്നേ, നിന്നെ ആരാധിക്കുന്നേ, നിന്നെ ആരാധിക്കുന്നേ, നിന്നെ വണങ്ങി നമസ്കരിക്കുന്നേ കർത്താവേ. ശബദാരികല ഹമനാരികാർത്ഥന രാജാതിരാജനെ നിന്നെ ആരാധിക്കുന്നു, രാജാതിരാജനെ നിന്നെ ആരാധിക്കുന്നു. സകലോണിക സന്നിധിയിൽ അടിയറവ് വെക്കുന്നു കർത്താവേ. ശബദഗത കെട്ടുകൾക്കുള്ളതിനെയെല്ലാം നിന്റെ സന്നിധിയിൽ വെക്കുന്ന സമസ്തമായി ഏൽപ്പിച്ചു തരുന്നു. ശബദാരികലകലകലകല ഹസ്തനാരിയാർത്ഥന വൈഡവാലകലക ശാത്തനാരികലക സന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവമേ, പൊൻചെങ്കോൽ നീട്ടുമാറാകണമേ രാജാവേ, പൊൻചെങ്കോൽ നീട്ടുമാറാകണം. പൊൻചെങ്കോൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ശബലബലഗടഗദ ഹസ്തനാരെ നന്ദി കർത്താവേ, സ്തോത്രം. മേഘാരൂഢനായി വരുന്ന രാജാവ്, സർവമഹത്വം അങ്ങേക്ക്, സർവബലം അങ്ങേക്ക്. ഹല്ലേലൂയ. ആ ബലമുള്ള രാജാവിന്റെ കൃപയും സമാധാനവും ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് കർത്താവെ. അവിടുത്തെ സമാധാനത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ. തുടർന്ന് കർത്താവെ ഞങ്ങളെ കൃപയാൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിച്ചാട്ടെ. ദൈവമേ, അവിടുത്തെ വചനത്താൽ ഇന്ന് ഞങ്ങളെ ക്രിയ ചെയ്യുമാറാകണമേ. എല്ലാ വിടുതലുകളും ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷ എല്ലാ ഭാഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാനമോത്തെടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.